ഹലോ, നമുക്ക് ഇന്ന് ഒരു നല്ലൊരു വഴുതിനങ്ങ ഫ്രൈ ഉണ്ടാക്കിയല്ലോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വഴുതിനങ്ങ ഫ്രൈ തന്നെ ധാരാളമാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിലുള്ള ഒരു വഴുതിനങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ നീളത്തിലായിരുന്നു അരിഞ്ഞു കൊടുക്കാം. ഇനി ആ വഴുതിനങ്ങയുടെ നടുവിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരഞ്ഞു കൊടുക്കാം. നമ്മൾ മീനിനൊക്കെ വരഞ്ഞു കൊടുക്കുന്ന പോലെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി അതിലേക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ ഈ വഴുതിനങ്ങയുടെ മുകളിൽ ഈ മസാല നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. 2 സൈഡ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതുപോലെ ഈ പുരട്ടിയ വഴുതിനങ്ങ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് പിടിച്ച് കിട്ടും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതിനങ്ങ ഇതിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ്. ഇനി 2 സൈഡും നന്നായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമ്മുടെ വഴുതിനങ്ങ 2 ഭാഗവും നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ അല്പം കൂടി ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ തിരിച്ചും മറിച്ചും വെച്ച് നമുക്ക് നമ്മുടെ വഴുതിനങ്ങ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതിനങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ്. കറിയുടെ ഒരു ആവശ്യവും ഇല്ല. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.